മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബാഗിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാഗ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്കിന്റെ ബാഗാണ്. അപ്പോൾ സൂക്ക് എന്ന് പറയുന്നതിന് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറയാം. സൂക്ക് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബാഗിലേക്കാണ്. ബാഗ് അല്ലാതെ അവരുടെ അടുത്ത് ഫുഡ് വെയറും അവൈലബിൾ ആയിട്ടുണ്ട്. ബാഗ് എന്ന് പറയുമ്പോൾ ഓഫീസ് ബാഗ്, ലാപ്ടോപ്പ് ബാഗ്, അതുപോലെ തന്നെ വുമൺസ് ബാഗ്, മോംസ് ബാഗ്, സ്ലിംഗ് ബാഗ്, വാലറ്റ്, അങ്ങനെ എല്ലാ ടൈപ്പ് വെറൈറ്റിയിലുള്ള ബാഗുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോഡക്റ്റ് അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൂക്കിന്റെ ബാഗിന് പല ടൈപ്പ് പാറ്റേൺ ഉണ്ട്. ഓരോ പാറ്റേണിനും ഓരോ നെയിം വെച്ചിട്ടാണ് അവർ ഇറക്കുന്നത്. അപ്പം ഇപ്പം നമുക്ക് എന്താ പറയുക, ഫുഡ് വെയറും അവരുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ മോംസ് ഡേ, അതേപോലെ തന്നെ വുമൺസ് ഡേ, അങ്ങനെ ഓരോ ഡേയ്ക്കും അവർ പല ടൈപ്പിലുള്ള ഓഫേഴ്സ് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഓഫറിലാണ് ഞാനും വാങ്ങിയിട്ടുള്ളത്. ഇപ്പം സമ്മറിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ സമ്മറിൽ അവരെന്തോ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഓഫറുള്ള സമയത്താണ് ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രൗഡായിട്ട് നമുക്ക് പറയാം, സൂക്ക് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുകൂടാതെ സൂക്ക് എന്ന് പറയുന്നത് ക്വാളിറ്റി ഫ്രീ ആണ്, വെഗൻ ആണ്, അതേപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. അതും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാഗുകളാണ് ഇറക്കുന്നത്. അപ്പോൾ സൂക്കിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പ് കുറേ പേര് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. സൂക്കിൻ്റെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ സൂക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ സൂക്ക് എഴുതിയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏകദേശം ഒരാഴ്ചേൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഹിന്ദി പേപ്പർ ഇതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി ആണെന്ന് തോന്നുന്നു. അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് കുറേ പേപ്പർ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബാഗും കൂടിയാണ് കേട്ടോ. നല്ല സ്റ്റൈലിഷും കൂടിയാണ്. പിന്നെ ഇത് വെഗനാണ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് നമുക്ക് ഫസ്റ്റ് ഒരു വലിയ കമ്പാർട്ട്മെൻ്റ് ആണുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അറയുണ്ട്. പിന്നെ പുറത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കുഞ്ഞ് അറയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പല പാറ്റേണിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മോട്ടീഫ് എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ വരുന്നതാണ്. അതല്ലാതെ ഫ്ലോറൽ വരുന്നുണ്ട്, വേവ്സ് വരുന്നുണ്ട്, അങ്ങനെ ഓരോ പാറ്റേണിനും ഓരോ പേരാണ്. അപ്പം നമുക്ക് ഈ പാറ്റേണിൽ തന്നെ നമുക്ക് സ്ലിംഗ് ബാഗ്, വാലറ്റ്, അങ്ങനെ സംഭവങ്ങൾ കോംബോ ആയിട്ട് വാങ്ങിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ബാഗ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ക്ലോവിയ എന്ന് പറയുന്ന ഇന്നർ വെയറിൻ്റെ ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് 300 രൂപ ഓഫിൻ്റെ 2 കൂപ്പണും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാറാ അലി ഖാനാണ് മെയിനായിട്ട് സൂക്കിൻ്റെ പരസ്യത്തിലൊക്കെ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കല്യാണി പ്രിയദർശിനിയും കാണാറുണ്ട് നമ്മൾ പരസ്യത്തിലൊക്കെ. അപ്പോൾ ഇത് ഓഫീസ് ബാഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടിയും ഏത് കാറ്റഗറിയിൽ പെട്ട ആളുകൾക്കും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അത്രയ്ക്ക് സ്റ്റൈലിഷാണ്. നമുക്കിപ്പോൾ ഒരു ജീൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ വരെ നമുക്ക് ഈ ഒരു ബാഗ് ചേരുന്നുള്ളതാണ്. അത്രയും സ്റ്റൈലിഷ് ലുക്കിലാണ് ഇതുള്ളത്. പിന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഇന്ത്യൻ കൾച്ചർ ഇൻസ്പയർഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഖാദിയും അതേപോലെ തന്നെ ജൂട്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂക്കിൻ്റെ ബാഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇതൊക്കെ നമുക്കിങ്ങനെ ഇടാനുള്ള ഇതൊക്കെ അത്യാവശ്യം ഈ ഒരു ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ സിബ്ബൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിബ്ബാണ് കേട്ടോ. ഇതിങ്ങനെ സ്മൂത്തായിട്ട് നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റും. എനിക്കൊക്കെ ബാഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാഗിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിബ്ബ് അടയാത്തൊരു പ്രശ്നം വരാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് അടയ്ക്കാനും തുറക്കാനൊക്കെ കഴിയുന്നൊരു ടൈപ്പിലാണ് കേട്ടോ ഇറക്കിയിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷാണ്. പിന്നെ എന്താ പറയുക, നല്ല കട്ടിയുള്ള ടൈപ്പാണ്. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നല്ല ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എൻ്റെ ബാഗിൽ ഇത് ടോട്ട് ബാഗാണ് കേട്ടോ. ടോട്ട് ബാഗ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതിൽ അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ള അറയുണ്ട്. ഇതിൽ ഞാൻ കുറേ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് വലിയൊരു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 3 അറ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു അറയുണ്ട്, അത് കൂടാതെ ഒരു വലിയ അറയുണ്ട്. ഈ അറ കുറച്ച് അത്യാവശ്യം നല്ല വലിയ അറയാണ് കേട്ടോ. അതെങ്ങനെ കാണുമ്പോൾ ചെറുതാണ് തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ 2 അറ തന്നെ ഉണ്ട്. പിന്നെ നമുക്കിതിൽ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ കൊള്ളും. അതാണ് ഇതിന് മെയിൻ. ലാപ്ടോപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് സാധനങ്ങളുണ്ടെങ്കിലും ഒട്ടുമിക്ക നമ്മളെ ബാഗിൽ കൊണ്ടു നടക്കേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇതിൽ കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതേപോലെ ഇവിടെ ഒരു അറയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ സൂക്കെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ സൂക്കെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അവിടെ.
അപ്പോൾ ഇതാണ് ഒറിജിനൽ ബാഗിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ അവരുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ഇവിടെ അങ്ങനെ അടിയിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളങ്ങനെ എവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം ഇതിൻ്റെ പാറ്റേൺ കണ്ടോ, ഈ ഒരു പാറ്റേണിൽ തന്നെ വരുന്നത് നമുക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. സ്ലിംഗ് ബാഗ്, അതുപോലെ വാലറ്റ്, ഇതൊക്കെ ഈ പാറ്റേണിൽ തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ വേറെ പാറ്റേൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാഗ് എടുത്തത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇതിൽ കൊള്ളും. പിന്നെ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഇത് വാങ്ങാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ. ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ മാത്രമല്ല കുറേ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് സൂക്കിൻ്റെ ബാഗിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട്. ഞാനും അങ്ങനെ കണ്ടിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അങ്ങനെ ഉദ്ദേശിക്കുന്നവർ വാങ്ങിക്കുക. പിന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വാങ്ങിക്കുക. എന്തായാലും 1000-ന്റെ മുകളിൽ പോകട്ടോ. എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും 1599 ആയിരുന്നു ഈ ഒരു ബാഗിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് 1100 സംതിങ്ങിന് ഇത് കിട്ടി. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടുന്ന് വാങ്ങിക്കുന്ന ആദ്യത്തെ കസ്റ്റമേഴ്സിന് അവർ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.